വാർത്തകൾ വിശദമായി. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം. ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണാഭമായി. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മന്ത്രി ഒ.ജെ. ജനീഷ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. സാമൂഹ്യ അനീതികൾക്കെതിരായ പോരാട്ടത്തിനായി ഇന്ത്യൻ ജനത ഒന്നിക്കേണ്ട സമയമാണിതെന്ന് മന്ത്രി പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്ന ഇക്കാലത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വം ഉൾപ്പെടെയുള്ളവ കോട്ടകെട്ടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യദിനം കേവലം ആഘോഷത്തിന്റെ ദിനമല്ല, മറിച്ച് അതൊരു ഓർമ്മപ്പെടുത്തലിന്റെ ദിനമാണ്. ഏത് ഭീകരമായ അടിച്ചമർത്തലുകൾക്കും അടക്കി വെക്കാൻ കഴിയാത്ത പ്രതിരോധങ്ങൾ തീർത്ത് ഇന്ത്യയെ വൈദേശികാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ജീവത്യാഗം ചെയ്ത സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ഉജ്ജ്വല സ്മരണകളാൽ അഭിമാനം തോന്നേണ്ട ദിനം കൂടിയാണ് ഇന്ന്. സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എത്രത്തോളം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന ആത്മപരിശോധനയ്ക്കുള്ള സമയം കൂടിയാണ് ഇത്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിർവചിക്കാൻ കഴിയില്ല. സാമൂഹികവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യമില്ലാതെ ഒരു രാഷ്ട്രത്തിനും നിലനിൽപ്പില്ല. ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും സമ്പത്തിന്റെയും പേരിലുള്ള വിവേചനം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. സാമൂഹിക അനീതികൾക്കെതിരായ പോരാട്ടത്തിനായി ഇന്ത്യൻ ജനത ഒന്നിക്കേണ്ട സമയമാണിത്. ഭരണഘടനാ മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്ന ഇക്കാലത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വം ഉൾപ്പെടെയുള്ളവ കോട്ടകെട്ടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും നാം ഏറ്റെടുക്കണം. സ്വാതന്ത്ര്യ ദിനാഘോഷ പരേഡിൽ പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, NCC തുടങ്ങിയ 24 പ്ലാറ്റൂണുകൾ അണിനിരന്നു. വിയൂർ SHO KM മഹേഷ് കുമാർ ആയിരുന്നു പരേഡ് കമാൻഡർ. തൃശൂർ റേഞ്ച് DIG T നാരായണൻ, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, MLA രാജൻ പല്ലൻ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, തൃശൂർ റൂറൽ SP മുഹമ്മദ് നദീമുദ്ദീൻ, ADM M സന്ദീപ്, അസിസ്റ്റന്റ് കളക്ടർ AC പ്രീതി തുടങ്ങിയവർ പങ്കെടുത്തു. മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്ക് മന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. ചടങ്ങിൽ സായുധ സേനാ പതാക നിധിയിലേക്ക് കൂടുതൽ തുക സമാഹരിച്ച സ്ഥാപനങ്ങൾക്കുള്ള റോളിംഗ് ട്രോഫി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനും 24 കേരള ബറ്റാലിയൻ NCC തൃശൂരിനും മന്ത്രി സമ്മാനിച്ചു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചത്. പരേഡിൽ സർവീസ് പ്ലാറ്റൂൺ വിഭാഗത്തിൽ KP ബെന്നി നയിച്ച DHQ പ്ലാറ്റൂൺ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സീനിയർ NCC ബോയ്സ് പ്ലാറ്റൂൺ വിഭാഗത്തിൽ അളഗപ്പനഗർ ത്യാഗരാജ പോളിടെക്നിക് കോളേജിലെ ആബേൽ ജോജോ നയിച്ച 24ാം നമ്പർ NCC സീനിയർ ബോയ്സ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. സീനിയർ NCC ഗേൾസ് വിഭാഗത്തിൽ സെന്റ് തോമസ് കോളേജിലെ കൃപ പൗലോസ് നയിച്ച 23ാം നമ്പർ NCC പ്ലാറ്റൂൺ 1ാം സ്ഥാനം നേടി. ജൂനിയർ NCC വിഭാഗത്തിൽ സെന്റ് തോമസ് ഹൈസ്കൂളിലെ കേഡറ്റ് ഇഷാൻ കൃഷ്ണ നയിച്ച NCC പ്ലാറ്റൂൺ 1ാം സ്ഥാനം കരസ്ഥമാക്കി. TCV ന്യൂസ്.